ഹലോ ഫ്രണ്ട്സ്, ആപ്പ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിലെ ഒരു ആപ്ലിക്കേഷൻ, അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആ മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നോക്കാം. സാധാരണ നമുക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റൈലിൽ നമുക്കിന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പാടാണ്. അപ്പം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. കാരണം ഫോട്ടോ എഡിറ്റിങ്ങിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളതും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് canva എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് പ്ലേ സ്റ്റോറിൽ അത് കിട്ടും. ഇപ്പം canva എന്ന് അടിച്ചാൽ മതി. ഇതാണ് ആപ്ലിക്കേഷൻ. ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓപ്പണിംഗ് എന്ന് കാണിക്കുന്നത് ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇത് എങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ഇതിനാദ്യം കാണുന്ന പേജ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. നമുക്ക് ഏതിനൊക്കെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമുക്കിപ്പം യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്കിപ്പം ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഏത് വർക്കിനും നമുക്കൊരു വിസിറ്റിംഗ് കാർഡാണെങ്കിലും അല്ലെങ്കിൽ ബർത്ത്ഡേ ഒരു ഫംഗ്ഷനുള്ള ഒരു കാർഡ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ആ പേജ് ഇങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാനൊരു ഇത് എഡിറ്റ് ചെയ്യണം, ഒരു ഫോട്ടോഷോപ്പ്. അപ്പോൾ ഞാൻ നോക്കട്ടെ. നമുക്ക് ഇതിനകത്ത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം നമ്മുടെ ഇമേജ് നമ്മളെ ഫോട്ടോ വെച്ച് തന്നെ ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഞാനിപ്പം എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഞാൻ നോക്കട്ടെ. ഞാൻ ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇതിനകത്ത് ഞാനിങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ നമ്മളിപ്പം ഈ ഫോട്ടോ ഒന്ന് നമുക്ക് വലുതാക്കാം. അപ്പം നമുക്ക് അതിൻ്റെ സൈസിന് വയ്ക്കാം. ഫുള്ളാക്കുന്നതെങ്കിൽ നമുക്ക് ഫുള്ളും വലുതാക്കാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഉള്ള ടൈറ്റിൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഇതിലുള്ള ടൈറ്റിലിനെ നമ്മൾ അഴിച്ചു കളയുക. നമുക്കിതിലുള്ള ഈ ലെറ്റർ എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് എൻ്റെ പേര് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിനെ നമുക്ക് ഏത് സൈസാണ് വേണമെങ്കിലും നമുക്കതാക്കാൻ കഴിയും. നമുക്ക് എത്ര വലുപ്പമാണെങ്കിലും നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. എന്നിട്ട് നമുക്ക് അത് ഓക്കെ കൊടുക്കുക. പിന്നെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ അതിനകത്ത് കൊടുക്കാം. അപ്പോൾ ഏതാണോ നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന ആ കളർ കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാനൊരു സാധനം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അത്രയും ഭംഗിയായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും ഞാനൊന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ കണക്കാക്കി ഞാനത് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അത് കോപ്പി ആവുന്നുണ്ട്. നമുക്കിത് സിമ്പിളാണ്. കാരണം ഈ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് നമുക്ക് ഡയറക്റ്റ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഏതിലാണോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പം ഞാനിപ്പോൾ ചെയ്ത സാധനം നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ചെയ്ത ഫോട്ടോയാണ് ഇതായി കാണുന്നത്, ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലേക്ക് വേണ്ടി ഞാൻ ചെയ്ത ഫോട്ടോയാണ്. അപ്പോൾ പിന്നെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല, യൂട്യൂബിൻ്റെ നമുക്ക് ടൈറ്റിലോ അല്ലെങ്കിൽ യൂട്യൂബിന് വേണ്ടിയുള്ള വീഡിയോ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നല്ല നല്ല ഫോട്ടോസ്, ഇതൊക്കെ ഞാൻ ചെയ്ത വർക്കുകളിലെ ഫോട്ടോസാണ് ഈ കിടക്കുന്നതൊക്കെ. അപ്പം ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ആയിരുന്നാലും ഏതാണെങ്കിലും പ്രൊഫഷണലായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് നല്ല രീതിയിലുള്ള ലെറ്റേഴ്സുകളൊക്കെ അവർ നമുക്ക് തരുന്നുണ്ട്.
അപ്പം canva എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരമാവും. ഇതുപോലുള്ള നല്ല നല്ല ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കാണുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുന്ന ഫോട്ടോസും അല്ലെങ്കിൽ നമുക്ക് ക്യാപ്ഷനൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ആപ്പ് ചാനലിൽ ഇനി ഞങ്ങൾ വരുന്നതാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ.